നടുവിൽ നിന്നും കാലിലേക്ക് വരുന്ന വേദന എന്തുകൊണ്ടാണ്? സയാറ്റിക്ക തന്നെയാണോ ഇത്? ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ടാണോ കാലിലേക്ക് വേദന വരുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ സാധാരണയായി കാണാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ് നടുവിൽ നിന്ന് കാലിലേക്ക് വേദന ഇറങ്ങുന്നത്? എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് വരാം? ഡിസ്ക് അല്ലാതെ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വരാൻ സാധ്യതയുണ്ടോ? ഇത്തരത്തിലുള്ള സംശയങ്ങൾ നമുക്കൊന്ന് ഇന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ നിഷാദ്, കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ, കോർട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, കോഴിക്കോട്. ഇത് നടുവേദനയും കാലുവേദനയും പറയുന്നതിന് മുന്നേയായിട്ട് എന്താണ് ശരിക്കും നടുവിലുള്ളത്, കാലിലേക്ക് വേദന ഉണ്ടാക്കാനുള്ള സ്ട്രെച്ചേഴ്സ് എന്തൊക്കെയാണുള്ളത് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാണ്, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് എന്തുകൊണ്ടാണ് ഈ വേദന വരുന്നതെന്നുള്ള മനസ്സിലാവും. അപ്പോൾ നമുക്കിവിടെ നടുവിൻ്റെ സ്ട്രക്ചർ പരിചയപ്പെടാം. അതായത് നട്ടലിൻ്റെ ഭാഗത്ത് ശരിക്കും 5 കശേരുക്കൾ കാണും. 5 കശേരുക്കളാണുള്ളത്. ഓരോ കശേരുക്കളുടെ ഇടയിലായിട്ട് നമുക്ക് ഡിസ്ക് ഉണ്ട്. ഈ സോഫ്റ്റ് ഷോക്ക് അബ്സോർവർ പോലെയുള്ള സാധനത്തിനാണ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ കശേരുക്കൾ, അതിൻ്റെ ഇടയിൽ ഡിസ്ക്. ഈ ഡിസ്കിൻ്റെ പുറകിലായി, ഓരോ ഡിസ്കിൻ്റെയും പുറകിലായിട്ട് നമുക്ക് നാഡികളുണ്ട്. ഞരമ്പുകൾ മലയാളത്തിൽ പറയുമ്പോൾ ഞരമ്പ് എന്നാണ് പറയുക. അപ്പോൾ ഇത് നടുവിൽ നിന്നും കാലിലേക്ക് വിരൽ വരെ പോകുന്ന രീതിയിലുള്ള നാഡികളാണ്. അപ്പോൾ ഇത് തൊട്ടാൽ അറിയുന്ന നാഡികളാണ്, രക്തക്കൊഴലുകളല്ല. ഡിസ്കിൻ്റെ പുറകിലുള്ളത് രക്തക്കൊഴലുകളല്ല. പലപ്പോഴും സംശയമുണ്ട്, രക്തോട്ടം കുറയുന്നതൊക്കെ പറയാറുണ്ട്. ശരിക്കും രക്തക്കൊഴലുകളല്ല, ഇത് നാഡികളാണ്. അതുകൂടാതെ നമ്മൾ ഓരോ കശേരുക്കൾക്കിടയിൽ, 2 കശേരുക്കൾക്കിടയിൽ ചെറിയ ചെറിയ സന്ധികളുണ്ട്. ഇതിന് ഫാസറ്റ് ജോയിൻ്റ് എന്ന് പറയും. അത് കൂടാതെ ഈ നട്ടെല്ലും ഇടുപ്പെല്ലും കൂടിയിട്ട് സൈഡിൽ 2 സന്ധികളുണ്ട്. അതിനെ SI ജോയിൻ്റ് എന്ന് പറയും. ഇതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് നമുക്ക് പേശികളുണ്ട്, മസിൽസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയതിനാണ് നമ്മൾ അല്ലെങ്കിൽ നടുവേദന, ഈ വേദന വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നടുവിൻ്റെ ഭാഗത്തായിരിക്കുമല്ലോ. അപ്പോൾ ഇത് എല്ലാം അതിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഈ പറഞ്ഞ സ്ട്രെച്ചേഴ്സ് എല്ലാം വരുന്നത്. ഇതിൽ ഏത് പ്രശ്നങ്ങൾ കൊണ്ടും, ഇപ്പോൾ ഡിസ്കിൻ്റെ പ്രശ്നമാണെങ്കിലും ഞരമ്പിൻ്റെ പ്രശ്നമാണെങ്കിലും എല്ലിൻ്റെ പ്രശ്നമാണെങ്കിലും എല്ലാം നമുക്ക് എന്തുണ്ടാവാം, നടുവേദന ഉണ്ടാവാം. അതുപോലെ തന്നെ നടുവിൽ നിന്ന് കാലിലേക്കുള്ള വേദനയും ഉണ്ടാവാം. പക്ഷേ ഇത് ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്. നമുക്ക് വേദനയ്ക്ക് ഏത് തരത്തിലുള്ള വേദന ഉണ്ടാകുന്നതിനനുസരിച്ച് നമുക്ക് എവിടെ നിന്നാണ് വേദന വരുന്നതെന്നുള്ള ഏകദേശം ഐഡിയ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും കോമൺ ആയിട്ട് നടുവിൽ നിന്നും കാലിലേക്ക് വേദന വരുന്നത് നമുക്ക് ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ്. അതായത് ഡിസ്ക് പ്രൊലാപ്സ്, ഡിസ്ക് ബൾജ്, അല്ലെങ്കിൽ ഡിസ്ക് തെറ്റിയതാണ്, ഹെർണിയേറ്റഡ് ഡിസ്ക്, അങ്ങനെ പല പേരിൽ നമുക്ക് കേൾക്കുന്ന സംഭവമാണത്. എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? നമ്മളെ ഈ 2 കശേരുക്കൾക്കിടയിലുള്ള ഡിസ്ക് പുറകിലോട്ട് തള്ളുന്നതിനാണ് ഈ പേരുകളിൽ പറയുന്നത്. പല രീതിയിൽ പറയുന്നുള്ളൂ. ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയും, ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് പറയും, അതുപോലെ തന്നെ ഡിസ്ക് തെറ്റിയതാണ്, ഡിസ്ക് ബൾജാണ്, അങ്ങനെ പല രീതിയിലുള്ള. അത് എത്ര വലുപ്പത്തിലുണ്ട്, ഏത് സൈഡിലേക്കാണ് തെറ്റിയത്, അതിനനുസരിച്ചാണ് ആ പേരിൽ ചെറിയ ചെറിയ വ്യത്യാസം വരുന്നത്. അതുകൊണ്ടാണ് ബേസിക്കലി നമ്മൾ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത് ഡിസ്ക് പുറകോട്ട് തള്ളിയിട്ട് അതിൻ്റെ പുറകിലുള്ള ഞരമ്പിൻ്റെ ഭാഗത്തേക്ക്, അതായത് ഈ നാഡികളുടെ ഭാഗത്തേക്ക് വേദന ഉണ്ടാക്കുന്നതിനാണ് ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ ഈ ഡിസ്ക് ബൾജ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് വേദന ഉണ്ടാക്കുന്നത്? സാധാരണ രീതിയിൽ ഡിസ്ക് തള്ളിയത് കൊണ്ട് വേദന ഉണ്ടാകുന്ന നിർബന്ധമില്ല. കാരണം വെച്ചാൽ ഒരു 50% ആളുകൾ, നമ്മൾ ഡിസ്ക് ഒരു നോർമലി നടുവേദന ഒന്നും ഇല്ലാത്ത 100 ആൾക്കാരുടെ MRI എടുത്തു കഴിഞ്ഞാൽ അതിൽ 50% ആൾക്കാർക്കും ഡിസ്ക് തള്ളിയിട്ടുണ്ടാവും. പക്ഷെ അവർക്കാർക്കും നടുവേദന ഇല്ല, അതുപോലെ നടുവിന്ന് കാലിലേക്കുള്ള വേദനയൊന്നുമില്ല. അപ്പോൾ ഡിസ്ക് തള്ളിയത് കൊണ്ട് എല്ലാവർക്കും വേദന വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് വേദന ഉണ്ടാക്കുന്നത്? നമ്മൾ സാധാരണ രീതിയിൽ ഈ ഡിസ്കിൻ്റെ ഉള്ളിൽ ഒരു ജെല്ല് പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഡിസ്ക് ഒരു റിങ്ങും അതിനുള്ളിൽ ഒരു ജെല്ല് പോലത്തെ മെറ്റീരിയലാണ്, സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ജെല്ല് പോലത്തെ മെറ്റീരിയൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ പുറകിലുള്ള നെർവിൻ്റെ ഭാഗത്ത്, ഈ നാഡികളുടെ ഭാഗത്ത് നീർക്കെട്ട് വരും, ഇൻഫ്ലമേഷൻ വരും. അതാണ് വേദന ഉണ്ടാക്കാനുള്ള കാരണം. അപ്പോൾ ഈ നാഡിയുടെ ഭാഗത്ത് നീർക്കെട്ട് വരുന്ന സമയത്ത് ഏത് ഭാഗത്തേക്കാണോ ആ നെർവ് പോകുന്നത്, ആ നാഡി പോകുന്നത്, ആ ഭാഗത്തേക്ക് നമുക്ക് ശക്തമായ വേദനയും കടച്ചിലും വരും. അതുകൊണ്ടാണ് തുടക്കത്തിൽ നമ്മൾ മിക്ക ആളുകൾക്കും ഈ ഡിസ്ക് ബൾജോ അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സോ ഉള്ള ആൾക്കാർക്ക് ആദ്യം കുറേ കാലം നടുവേദന ഉണ്ടാവും. അപ്പോൾ പൊതുവെ ഇടയ്ക്ക് വേദന വരും, പോകും, അവ കുറച്ച് റെസ്റ്റ് എടുത്താൽ മാറും. ആ രീതിയിൽ, അല്ലെങ്കിൽ വെയിറ്റ് എടുത്ത് പൊക്കുന്ന സമയത്ത് കുറച്ച് കാലത്തേക്ക്, 1 ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് വേദന വരും, പിന്നെ പോകുന്ന രീതിയിൽ വേദന ഉണ്ടാവും. അത് കുറച്ച് കഴിഞ്ഞ് ഒരു ദിവസം നമ്മൾ പെട്ടെന്നൊരു വെയിറ്റ് എടുത്ത് പൊക്കിയപ്പോൾ, അല്ലെങ്കിൽ ഒരു കട്ടിലെടുത്ത് പൊക്കിയപ്പോൾ, അങ്ങനെ എന്തെങ്കിലും പെട്ടെന്നൊരു ജോലി ചെയ്ത സമയത്ത് ഈ നടുവിൽ നിന്നുള്ള വേദന കാലിലേക്ക് ഇറങ്ങും. അപ്പോൾ നടുവിൽ നിന്ന് വേദന കാലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നടുവിന് വേദന ഉണ്ടാവില്ല. സാധാരണ നടുവേദന കുറയും, കാലിലേക്കുള്ള വേദന കൂടുകയും ചെയ്യും.
അപ്പോൾ അതിനാണ് ആ ഒരു സമയത്താണ് ശരിക്കും അതുവരെ ഡിസ്കിൻ്റെ തേയ്മാനം കൊണ്ടാണ് പെയിൻ ഉണ്ടായത്, ഡിസ്കിൻ്റെ ഉള്ളിൽ നിന്നുള്ള പെയിൻ ആയിരുന്നെങ്കിൽ ആ ഒരു പോയിന്റിൽ ഡിസ്കിനുള്ളിലുള്ള സാധനം പുറത്തേക്ക് ഇറങ്ങുകയും അത് ഹെർണിയേറ്റഡ് ഡിസ്കായി അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സായി. അപ്പോൾ അത് പുറകിലുള്ള നെർവിൻ്റെ ഭാഗത്തേക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി അത് കാലിലേക്ക് നമുക്ക് വേദന ഉണ്ടാക്കും. അപ്പോൾ ഏത് നാഡിയുടെ ഭാഗത്താണോ ഈ നീർക്കെട്ടുണ്ടായത് അതിനനുസരിച്ച് നമ്മൾ കാലിലേക്ക് വേദന പോകുന്ന സ്ഥലത്തിന് വ്യത്യാസം ഉണ്ടാവും. അത് നടുവിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ബട്ടക്സിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി സൈഡിലൂടെ താഴെ വരെ പോകും. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ L5, L4, L5 ഓരോ ഡിസ്കിന് ഓരോ നമ്പറുകളാണ്. അപ്പോൾ ഏറ്റവും ലാസ്റ്റിലത്തെ ഡിസ്ക് L5, S1 എന്ന് പറയും. അതിൻ്റെ തൊട്ട് മുകളിൽ L4, L5 അങ്ങനെ ഓരോന്നിനും ഓരോ നമ്പറുകളാണ്. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള ഈ നാഡികൾക്കും അതുപോലെ തന്നെ നമ്പറുകളുണ്ട്. അപ്പോൾ ഈ ഓരോ ഡിസ്ക് തള്ളുന്നതിനനുസരിച്ച് ആ ഭാഗത്തേക്കുള്ള ഏത് നെർവാണോ കംപ്രസ് ആയത് ആ നെർവിൻ്റെ ഭാഗത്തേക്ക് മാത്രമാണ് വേദന ഉണ്ടാവുക. അപ്പോൾ സാധാരണയായി ഇപ്പോൾ L4, L5 ഡിസ്ക്കാണ് തള്ളിയതെങ്കിൽ L5 എന്ന് പറഞ്ഞാൽ നെർവിൻ്റെ ഭാഗത്ത്, അപ്പോൾ നടുവിൻ്റെ സൈഡ് തുടയുടെ സൈഡിൽ കൂടെ പോയി കാലിൻ്റെ സൈഡിൽ കൂടെ വന്ന് പുറം ഭാഗത്തേക്ക് പ്രോഡിയുടെ ഭാഗത്തേക്കാണ് വേദന വരിക. അതാണ് ശരിക്കും L5 എന്നുള്ള നെർവിനെ ബാധിക്കുമ്പോൾ പോകുന്ന പെയിൻ അങ്ങനെയാണ്. അപ്പോൾ S1 ആണെങ്കിൽ അത് വേറൊരു ഭാഗത്തായിരിക്കും വേദന ഉണ്ടാവുക. അപ്പോൾ ഓരോ നാഡി ഏത് ഭാഗത്തേക്കാണോ വേദനയുള്ളത് അതനുസരിച്ച് നമുക്ക് ഏത് നാഡിക്കാണ് പ്രശ്നം എന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. അത് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ഡിസ്കിനാണ് പ്രശ്നം വന്നതെന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഹെർണിയേറ്റഡ് ഡിസ്ക് അല്ലെങ്കിൽ ഡിസ്ക് തെറ്റിയത് കൊണ്ട് നമുക്ക് നടുവിൽ നിന്ന് കാലിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ സാധാരണ ഈ ഒരു രീതിയിലാണ് വരിക. കുറച്ച് കാലം നടുവേദന ഉണ്ടായി, പെട്ടെന്നൊരു വെയിറ്റ് എടുത്ത് പോകുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ജോലി ചെയ്ത സമയത്ത് പെട്ടെന്നൊരു ദിവസം നടുവിന് കാലിലേക്ക് ഇറങ്ങും. കാലിലേക്ക് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നെർവിൻ്റെ ഭാഗത്തേക്ക് മാത്രമായിട്ട് വേദന ഉണ്ടാവും. അങ്ങനെയാണ് സാധാരണ ഈ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാവുക. അപ്പോൾ ഇത് മുന്നോട്ട് കുനിയുക അല്ലെങ്കിൽ കുറച്ച് നേരം ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ട്. തുടക്കത്തിൽ പ്രത്യേകിച്ചും നമുക്ക് ഇരിക്കുമ്പോൾ പെയിന് കൂടും. അതുപോലെ കുറച്ച് മുന്നോട്ട് വളഞ്ഞിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ വേദന കാലിലേക്കുള്ള വേദന ഇറങ്ങും. വെയിറ്റ് എടുത്ത് പൊക്കി കഴിഞ്ഞാൽ തുമ്മിയാൽ ചുമച്ചാലൊക്കെ ഈ നടുവിൽ നിന്നുള്ള വേദന കാല് വരെ എത്തും. അപ്പോൾ അത് ഡിസ്കിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂട്ടുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ തുമ്മലും ചുമയ്ക്കലും വെയിറ്റ് എടുക്കുന്ന പൊക്കുന്നൊക്കെ ഈ ഡിസ്കിനുള്ള പ്രഷർ കൂടും. അന്നേരം ഈ പുറകിലുള്ള നെർവിൻ്റെ ഭാഗത്തേക്കുള്ള പെയിന് കംപ്രഷൻ കൂടും, പെയിന് കൂടും. അപ്പോൾ ഇതാണ് സാധാരണയായി ഈ ഡിസ്ക് പ്രൊലാപ്സ് കൊണ്ടുള്ള പെയിൻ ആണെങ്കിൽ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചം എന്താണെന്ന് വെച്ചാൽ മിക്ക ആളുകൾക്കും നമ്മളിപ്പോൾ ഈ ഹെർണിയേറ്റഡ് ഡിസ്ക് കാരണം ഒരു അക്യൂട്ട് പെട്ടെന്നൊരു പെയിൻ വരികയാണെങ്കിൽ അത് 90% ആൾക്കാർക്കും 2 മാസം മുതൽ 3 മാസത്തിനുള്ളിലായിട്ട് പൂർണ്ണമായിട്ട് മാറും. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഈ ഡിസ്കിന്. അപ്പോൾ നമ്മൾ വേദനയുടെ കാഠിന്യം കൊണ്ട് ഇതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും ഹെർണിയേറ്റഡ് ഡിസ്ക് ആണെങ്കിൽ തുടക്കത്തിൽ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുകയും അതിൻ്റെ കൂടെ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് റെസ്റ്റ് എടുക്കുന്ന ഒരിക്കലും അഡ്വൈസബിൾ അല്ല. കുറച്ചൊരു 3-4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം മാക്സിമം 1 വീക്ക് നമ്മൾ റെസ്റ്റ് എടുക്കുന്നു. അതിൻ്റെ കൂടെ കുറച്ച് മെഡിസിൻസ് നീർക്കെട്ട് പോകാൻ ഇൻഫ്ലമേഷൻ കുറയാനുള്ള മെഡിസിൻ എടുക്കുക, ഫിസിയോതെറാപ്പി ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ആ ഒരു പെയിന് കുറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ പെയിന് കുറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. മിക്ക ആളുകൾക്കും ഈ രീതിയിൽ അങ്ങനെ സെറ്റിലാവുന്നതാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഒരു 10-20% ആളുകൾക്ക് ഈ ട്രീറ്റ്മെൻറ്റുകളൊന്നും അല്ലെങ്കിൽ ഈ റെസ്റ്റ് എടുത്ത് കുറച്ച് മെഡിസിനൊക്കെ കഴിച്ചാലും മാറാത്ത രീതിയിലുള്ള അവസ്ഥ ഉണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇത് ഹെർണിയേറ്റഡ് ഡിസ്ക് തന്നെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നോക്കാൻ നമ്മൾ MRI സ്കാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ MRI സ്കാൻ എല്ലാ നടുവേദനയുള്ള കേസിനും അല്ലെങ്കിൽ എല്ലാ നടുവിൽ കാലിലേക്കുള്ള വേദന സാറ്റിക്കയുടെ കേസിനും MRI നിർബന്ധമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇപ്പോൾ സാധാരണ ഇതിൽ മെഡിസിൻ എടുത്തിട്ടും എക്സസൈസ് ചെയ്തിട്ടും ഒന്നും മാറാത്ത ആളുകൾക്ക് നമ്മൾ MRI സ്കാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ഹെർണിയേറ്റഡ് ഡിസ്ക് ആണോ അല്ലെങ്കിൽ ഈ ഡിസ്ക് പ്രൊലാപ്സ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ അത് ഡിസ്കിൻ്റെ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണം. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നടുവിൽ നിന്നും കാലിലേക്ക് വേദന വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഈ ഹെർണിയേറ്റഡ് ഡിസ്ക്കാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ രീതിയിലാണ് അതിൻ്റെ വേദനയും കാര്യങ്ങളെല്ലാം ഉണ്ടാവുക. പ്രധാനമായി ഒരു നാഡിയുടെ ഭാഗത്തേക്കാണ്, ഒന്നുകിൽ ഒരു വലത്തെ സൈഡിൽ അല്ലെങ്കിൽ ഇടത്തെ സൈഡിൽ, ചിലപ്പോൾ 2 സൈഡിലേക്കും ഒരു നാഡിയുടെ ഭാഗത്തേക്ക് മാത്രമായിട്ടാണ് ഈ വേദന വരിക. കൂടുതൽ ചുമയ്ക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വേദന കൂടും. ഇതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ നടുവിൻ്റെ പുറകിലുള്ള ജോയിൻറ്റുകൾ ഉണ്ടല്ലോ, ഈ ഫാസറ്റ് ജോയിൻ്റ് അല്ലെങ്കിൽ SI ജോയിൻ്റ്, ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജോയിൻറ്റിൻ്റെ ഭാഗമായിട്ട് നടുവേദന വരാം. അപ്പോൾ ഇതിൽ പൊതുവെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹെർണിയേറ്റഡ് ഡിസ്ക് ആണെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് ആയതാണെങ്കിൽ കാല് വേദനയാണ് നടുവേദനയേക്കാൾ കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ കാലിലേക്ക് വേദന ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാലിൻ്റെ വേദനയാണ് നടുവിൻ്റെ വേദനയേക്കാളും കൂടുതലായിട്ട് അനുഭവപ്പെടുക. പക്ഷെ ഇവിടെ ഈ ഫാസറ്റിൻ്റെയോ അല്ലെങ്കിൽ SI ജോയിൻ്റിൻ്റെയോ പ്രശ്നം കാരണം നടുവിൽ നിന്ന് വേദന കാലിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പൊതുവേ നടുവിനാണ് അപ്പോഴും വേദന കൂടുതലുണ്ടാവുക. നടുവിൻ്റെ ഭാഗത്ത് വേദന കൂടുതലും അല്ലെങ്കിൽ ബട്ടക്സിൻ്റെ ഭാഗത്ത് വേദന കൂടുതലുണ്ടാവും. പിന്നെ കാലിലേക്ക് വേദന ഇറങ്ങും. പക്ഷെ അത് തന്നെ കാലിൻ്റെ മുട്ട് വരെയാണ് ഇറങ്ങുള്ളൂ. മറ്റുള്ള എല്ലാത്തിലും ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഏത് നെർവാണോ ബാധിച്ചത് ആ നെർവിൻ്റെ ഭാഗത്തേക്ക് പൂർണ്ണമായിട്ടുണ്ടാവും. പക്ഷേ ഈ ജോയിൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള വേദനയാണെങ്കിൽ പൊതുവേ നടുവിൽ നിന്നും കാലിലേക്ക് ചെറിയ വേദന ഉണ്ടാവും. പക്ഷേ കൂടുതൽ നടുവിൻ്റെ ഭാഗത്തായിരിക്കും, അത് കാലിൻ്റെ മുട്ട് വരെ ഉണ്ടാവുള്ളൂ.
അത് നിൽക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാവും. അപ്പോൾ SI ജോയിൻ്റ് ആണെങ്കിൽ ഇരിക്കുമ്പോഴും പെയിൻ ഉണ്ടാവും. പക്ഷേ അതിന് തരിപ്പോ ഈ നേരത്തെ പറഞ്ഞ ഹെർണിയ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ടാകുന്ന സമയത്ത് വേദനയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് തരിപ്പുണ്ടാവും. ചിലപ്പോൾ ആ ഭാഗത്തേക്ക് ഷോക്ക് അടിക്കുന്ന പോലെ അല്ലെങ്കിൽ തരിപ്പ് കാര്യങ്ങളൊക്കെ അനുഭവപ്പെടും. ചില സമയത്ത് ചെറിയ വീക്ക്നെസ് ഉണ്ടാകും, ശക്തിക്കുറവ് ഉണ്ടാവാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഈ ജോയിൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടുള്ള വേദനയാണെങ്കിൽ വേദന മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ വീക്ക്നെസ്സോ ഈ ശക്തിക്കുറവ് അതുപോലെ തന്നെ ഈ തരിപ്പ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഇത് രണ്ടാമത്താണ്. നമ്മൾ നട്ടലിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഫാസറ്റ് ജോയിൻ്റ് അല്ലെങ്കിൽ SI ജോയിൻ്റെ ഭാഗമായിട്ട് നടുവേന്ന് കാലിലേക്ക് വേദന ഇറങ്ങുന്ന കാരണമാണ് പറഞ്ഞത്. മൂന്നാമതായിട്ട് നമുക്ക് നടുവിന്ന് കാലിലേക്ക് വേദന ഉണ്ടാകുന്ന ഒരു കാരണമാണ് ലംബാർ കനാൽ സ്റ്റിനോസിസ് എന്ന് പറയും. ലംബാർ കനാൽ സ്റ്റിനോസിസ് എന്ന് പറയുന്നത് വെച്ചാൽ നമ്മളെ ഡിസ്കിൻ്റെ പുറകിൽ എല്ലിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള സ്പേസ് ആണ്. ഞരമ്പ് ഇത് കിടക്കുന്ന നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞരമ്പുകളെല്ലാം കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് ഈ നട്ടലിൻ്റെ പുറകിലായിട്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിനാണ് ലംബാർ കനാൽ എന്ന് പറയുന്നത്. അതിൻ്റെ സ്പേസ് കുറയുന്ന കാരണം ഒന്നുകിൽ ഡിസ്ക് പുറകോട്ട് തള്ളിയിട്ടാവാം, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള ജോയിൻറ്റ് മുന്നോട്ട് വന്നിട്ട് അവിടെ തടിച്ച് വന്നതുകൊണ്ടാവാം. പല കാരണങ്ങൾ കൊണ്ട് ഡിസ്കിൻ്റെ പുറകിലുള്ള സ്പേസ് കുറയാം, അല്ലെങ്കിൽ ഈ കനാൽ സ്പേസ് കുറയാം. അപ്പോൾ ആ സ്പേസ് കുറയുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നത്തിനാണ് ഈ ലംബാർ കനാൽ സ്റ്റിനോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് രോഗികൾക്ക് എന്താ പ്രശ്നം ഉണ്ടാവുക? ഇതിൽ കാര്യമായിട്ട് നടുവേദന ഉണ്ടാവില്ല. അതിന് പകരം നമ്മൾ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നടുവിൽ നിന്ന് കാലിലേക്ക് വേദന വരും. പൊതുവേ ഇരിക്കുകയാണെങ്കിൽ ഒരു പെയിൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ കിടന്നു കഴിഞ്ഞാൽ തീരെ വേദന ഉണ്ടാവില്ല. നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് നടക്കുമ്പോഴേക്ക് രണ്ട് കാലിലേക്കും കുഴച്ചിലും വേദനയും, പ്രധാനമായും ബട്ടക്സിൻ്റെ ഭാഗത്ത് നിന്ന് തൊടേൻ്റെ ഭാഗത്തേക്ക് കുഴച്ചിലും വേദനയും വരും. അപ്പോൾ അത് അപ്പോൾ തന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എവിടെയെങ്കിലും കുറച്ച് നേരം നടന്നു, അപ്പോൾ വേദന വന്നു, അപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ വേദന മാറും. പിന്നെ കുറച്ചുകൂടി ദൂരം നടക്കാൻ പറ്റും. ഇതാണ് യൂഷ്വലി നമുക്ക് ഈ ലംബാർ കനാൽ സ്റ്റിനോസിസിൻ്റെ പ്രശ്നം കൊണ്ട്, അതായത് സ്പേസ് ഇല്ലാത്ത പ്രശ്നം കൊണ്ടുണ്ടാകുന്ന വേദനയ്ക്കുണ്ടാകുന്ന പ്രത്യേകത. അപ്പോൾ അതിൽ ആൾക്ക് കുനിഞ്ഞത് കൊണ്ടോ ബെൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ വെയിറ്റ് എടുത്ത് പൊക്കിയോണ്ടോ പ്രത്യേകിച്ച് വേദനയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പ്രധാനമായിട്ട് നടക്കുമ്പോൾ മാത്രം. നമ്മൾ ക്ലോഡിക്കേഷൻ എന്നാണ് പറയുക. അപ്പോൾ ഒരാൾ എണീറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ വേദന വരിക, റെസ്റ്റ് എടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ വേദന കുറയുക, അത്തരത്തിലുള്ള രീതിയിലുള്ള സിംറ്റംസ് ഉണ്ടാകുമ്പോൾ അത് സാധാരണ രീതിയിൽ ഈ സ്റ്റിനോസിസിൻ്റെ പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാകുന്ന വേറൊരു കണ്ടീഷനാണ് നമ്മൾ രക്തക്കൊഴൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഉണ്ടാകും. നമ്മളിപ്പോൾ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധം പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ കാലിലേക്കുള്ള രക്തക്കൊഴൽ ചുരുങ്ങിയിട്ട് കാലിലേക്കുള്ള രക്തോട്ടം കുറയുകയാണെങ്കിലും ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക. ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നടക്കുമ്പോൾ മാത്രം വേദന ഉണ്ടാവും, റെസ്റ്റ് എടുക്കുമ്പോൾ കുറയും. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാണ് പൊതുവെ ഈ ക്ലോഡിക്കേഷൻ ഉണ്ടാക്കുക. അതായത് നടുവിന്ന് കാലിലേക്ക് ഒരു വീക്ക്നെസ്സും പെയിനും കാര്യങ്ങളെല്ലാം നടക്കുമ്പോൾ വരികയും റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത് കുറയുകയും ചെയ്യുന്ന രീതിയിൽ. ഇതാണ് മൂന്നാമത്തെ കാരണം. അതായത് നടുവിന്ന് കാലിലേക്ക് വേദന ഉണ്ടാക്കുന്നതിന് മൂന്നാമത്തെ കാരണം. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഒന്ന് ഡിസ്ക് പ്രൊലാപ്സ് ആണ്, രണ്ടാമത്തത് നമ്മുടെ ഈ ജോയിൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന വേദനയാണ്, മൂന്നാമത്തത് നമുക്ക് ഈ ലംബാർ കനാൽ സ്റ്റിനോസിസ് ആണ്. അതായത് നടുവിൻ്റെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട്, ഞരമ്പിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കാലിലേക്ക് വേദന ഇറങ്ങുന്നത്. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേദന വരുന്ന സമയത്ത് കുറച്ചൊന്ന് മുന്നോട്ട് വളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സ്പേസ് കിട്ടും ഞരമ്പിന്, അപ്പോൾ വേദന കുറയും. അപ്പോൾ നമ്മൾ ഈ ഷോപ്പിലൊക്കെ പോയിട്ട് നമ്മളൊക്കെ ഷോപ്പിംഗ് കാർട്ടൊക്കെ ഉന്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് വേദന ഉണ്ടാവില്ല. പക്ഷേ നേരെ നിവർന്ന് നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെയിന് കൂടും. അതൊക്കെ ഈ ലംബാർ കനാൽ സ്റ്റിനോസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള കുറച്ച് ഘടകങ്ങളാണ്. ഇത് കൂടാതെ നടുവിൽ നിന്ന് കാലിലേക്ക് വേദന ഉണ്ടാക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് മസിൽസിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ചണ്ണയുടെ ഭാഗത്ത് ഗ്ലൂട്ടിയൽ റീജിയനിൽ ഉണ്ടാകുന്ന ഒരു മസിലുണ്ട്, പൈരിഫോമിസ് എന്ന് പറയും. അപ്പോൾ പൈരിഫോമിസ് സിൻഡ്രോം എന്നുള്ളൊരു അസുഖമുണ്ട്. അത് പൈരിഫോമിസിൻ്റെ അടിയിൽ ഈ സാറ്റിക് നെർവ് കംപ്രസ് ആയിട്ട് നടുവിൽ നിന്ന് കാലിലേക്കുള്ള വേദന വരുന്നതിനാണ് ഈ പൈരിഫോമിസ് സിൻഡ്രോം എന്നാണ്. സാധാരണ അത് ബട്ടക്സ് പെയിനായിട്ടാണ് വരിക. ഇരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ബട്ടക്സിൻ്റെ പെയിൻ തുടങ്ങി കാലിലേക്ക് വേദന ഇറങ്ങും. കൂടെ ചെറിയ തരിപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ബട്ടക്സ് തൊട്ട് കാല് വരെ, മുട്ടിന് താഴെ വരെ ഉള്ള ഭാഗത്ത്, കാഫ് മസിൽസിൻ്റെ ഭാഗത്ത് വരെ വേദന വരും. ഇതാണ് പൈരിഫോമിസ് സിൻഡ്രോത്തിൽ. ഇത് പലപ്പോഴും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് MRI എടുത്ത് നോക്കുമ്പോൾ നോർമലായിരിക്കും. അപ്പോൾ ആള് വന്ന് പരിശോധിക്കുമ്പോൾ നടുവേദനയാണ്, കാലിലേക്ക് വേദന ഇറങ്ങുന്നുണ്ട്, താഴെ വരെയുണ്ട്, തരിപ്പുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാം പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ഡിസ്ക് പ്രൊലാപ്സ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ MRI സ്കാൻ എടുക്കും. അപ്പോൾ MRI സ്കാൻ എടുത്ത് നോക്കുമ്പോൾ MRI സ്കാനിൽ നോർമലായിരിക്കും, അതിൽ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോഴാണ് നമുക്ക് അത് ഈ സാറ്റിക് നെർവ് ഈ പൈരിഫോമിസിൻ്റെ അടിയിൽ കംപ്രസ് ആയതാണെന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ പലപ്പോഴും ചെറിയ ഡിസ്ക് ബൾജ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ ഡിസ്കിൻ്റെ ഭാഗത്തേക്കുള്ള ട്രീറ്റ്മെൻറ്റ് പോയി ഇത് മിസ്സാവുകയും ചെയ്യും. അപ്പോൾ പൈരിഫോമിസ് സിൻഡ്രോം വളരെ കോമൺ അല്ല, പക്ഷേ എന്നാലും ഇതുപോലെ തന്നെ ഡിസ്ക് പ്രൊലാപ്സ് പോലെ തന്നെ നമുക്ക് ഈ ഗ്ലൂട്ടിയൽ പെയിൻ ഉണ്ടാക്കി കാലിലേക്ക് വേദന ഇറങ്ങുന്ന രീതിയിൽ വേദന ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇത് നമ്മൾ മിസ്സാക്കാൻ പാടില്ലാത്തൊരു കണ്ടീഷനാണ്.
അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഡിസ്ക് പ്രൊലാപ്സുകളെ കുറിച്ച് കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് പൈരിഫോമി സിൻഡ്രോം എന്ന് പറയുന്നത്. അതാണ് നാലാമത്തത്. അപ്പോൾ മസിൽസിൻ്റെ പ്രശ്നം കൊണ്ട് നടുവിൽ നിന്ന് കാലിലേക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് പൈരിഫോമി സിൻഡ്രോം. അഞ്ചാമത്തായിട്ട് നമുക്ക് ഒരു കാര്യമുള്ളത്, നമുക്ക് നട്ടെല്ല് തന്നെ നീങ്ങിപ്പോവാം. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് എന്താണ്? ഡിസ്ക് പുറകിലോട്ട് നീങ്ങുന്ന കാര്യമാണ്. അപ്പം ഡിസ്ക് പുറകോട്ട് നീങ്ങാൻ, ഡിസ്കിൻ്റെ ഉള്ളിലുള്ള സാധനം പുറകോട്ട് ഇറങ്ങിയ കഴിയുമ്പോൾ ഹെർണിയേറ്റഡ് ഡിസ്ക് എന്ന് പറയും. അതിന് പകരം ഈ നട്ടെല്ല് തന്നെ പുറകോട്ട് നീങ്ങിപ്പോവുക, ഓരോ കശേരു സ്ലിപ്പായി പോവുക. പലപ്പോഴും അത് പറ്റുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്കൊരു പരിക്ക് പറ്റുമ്പോഴാണ്. എപ്പോഴെങ്കിലും ഒന്ന് നടുവടിച്ച് വീഴുക, അല്ലെങ്കിൽ സ്റ്റെയർ കേസിൽ നിന്ന് വീഴുക, അത്തരത്തിലുള്ള രീതിയിൽ പരിക്ക് പറ്റുന്ന സമയത്ത് ചെറിയൊരു ക്രാക്ക് വീണിട്ട് ആ എല്ല് നീങ്ങിപ്പോവുകയാണ് ചെയ്യുക. അതിനാണ് ലിസ്തസിസ് എന്ന് പറയും. ഒരു എല്ല് മറ്റൊരു എല്ലിൻ്റെ മുകളിൽ നീങ്ങിപ്പോകുന്നതിനാണ് ലിസ്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിസ്തസിസ് എന്ന് പറയുന്ന സമയത്ത് ഇത് ഡിസ്ക് പ്രൊലാപ്സ് പോലെ തന്നെയാണ്. ഈ ലിസ്തസ് എല്ല് പുറകോട്ട് നീങ്ങി കഴിഞ്ഞാൽ സംഭവിക്കുക, അതിൻ്റെ പുറകിൽ നെർവുണ്ട്. അപ്പോൾ ഈ നെർവിന് പോയിട്ട് കംപ്രസ് ചെയ്യും. അപ്പോൾ ആ നെർവിൻ്റെ ഭാഗത്തേക്ക് കാലിലേക്ക് വേദന വരും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെർണിയേറ്റഡ് ഡിസ്ക് പോലെ തന്നെ നടുവിൽ നിന്ന് കാലിലേക്ക് ആ നെർവിൻ്റെ ഭാഗത്തേക്ക് കൃത്യമായിട്ട് വേദന വരും. അത് കൂടുതൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുക, വെയിറ്റ് എടുത്ത് പൊക്കുക, കുഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വേദന കൂടും. പലപ്പോഴും ഹിസ്റ്ററി അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല, വീണ കാര്യം ഓർമ്മ ഉണ്ടാവില്ല, കുറേ മുന്നേ ആയിരിക്കും വീണിട്ടുണ്ടാവുക. ആ സമയത്ത് പരിക്ക് പറ്റിയായിരിക്കും. പക്ഷെ പിന്നെ മെല്ലെ ഗ്രാജുവലി നീങ്ങി നെർവിൻ്റെ ഭാഗത്തേക്ക് തട്ടുമ്പോഴാണ് നമുക്ക് കാലിലേക്ക് പെയിനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതൊരു കുറച്ച് കഴിയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം പുറത്ത് ചാടുക. അപ്പോൾ പലപ്പോഴും പിന്നെ ബാക്കിലോട്ട് ഹിസ്റ്ററി ചോദിച്ചു പോയി കഴിഞ്ഞാൽ കുറേ കാലം മുന്നേ, 4-5 കൊല്ലം മുന്നേ ഞാൻ നല്ലൊരു വീഴ്ച വീഴുന്ന, നല്ല സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നുള്ള കാര്യമൊക്കെ അന്നേരമാണ് ഓർമ്മ വരിക. അപ്പോൾ ഇത് അഞ്ചാമത്തെ കാരണമാണ്, ഈ നടുവിൽ നിന്ന് കാലിലേക്ക് വേദന ഇറങ്ങുന്നതിൽ പ്രധാനപ്പെട്ട അഞ്ചാമത്തെ കാരണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് ഡിസ്ക് പ്രൊലാപ്സ് കൊണ്ട് വരാം, ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന അത് തന്നെയാണ്. രണ്ടാമത്തെ ഈ ജോയിൻറ്റിൻ്റെയും പ്രശ്നം കൊണ്ട് വരാം, SI ജോയിൻ്റ് അല്ലെങ്കിൽ ഫാസറ്റ് ജോയിൻ്റ് പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വരാം. മൂന്നാമത്തത് നമുക്ക് ലംബാർ കനാൽ സ്റ്റീനോസിസ്, ഞരമ്പിന് സ്പേസ് ഇല്ലാത്ത പ്രശ്നം കൊണ്ട് വരാം. ഈ പൈരിഫോമി സിൻഡ്രോം, മസിൽസിൻ്റെ പ്രശ്നം കൊണ്ട് നടുവുന്ന കാലിലേക്ക് വേദന വരാം. അഞ്ചാമതായിട്ട് പറഞ്ഞ പോലെ ഈ ലിസ്തസിസ്, എല്ല് നീങ്ങിയത് കൊണ്ട് വരാം. അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. പലപ്പോഴും ഇതിൽ ഓരോന്നിനും ഓരോ ചികിത്സയാണ്. അപ്പോൾ എല്ലാത്തിനും ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് രീതിയിലാണെങ്കിലും നടുവുന്ന കാലിലേക്കുള്ള വേദന നമുക്കിപ്പോൾ ഒരു 2 മാസത്തിൽ താഴെയുള്ള, അല്ലെങ്കിൽ 6 ആഴ്ചയിൽ താഴെയുള്ളതാണെങ്കിൽ അത് നമുക്ക് മെഡിസിനും എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ചെയ്ത് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ തന്നെ മാനേജ് ചെയ്താൽ മതിയാവും. നമ്മൾ പെട്ടെന്നൊരു സർജറി എന്നുള്ള രീതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഏത് കണ്ടീഷനാണെങ്കിലും. പക്ഷേ ഇതിലേറെ 6 വീക്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും മാറുന്നില്ല, പെർസിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ അസഹനീയമായ വേദനയാണ്, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് മാറാത്ത രീതിയിലുള്ള നടുവേദനയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫർദർ ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണം. അതിൽ തന്നെ സർജറി കൂടാതെയുള്ള ഓപ്ഷൻസ് ഒരുപാട് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഹെർണിയേറ്റഡ് ഡിസ്ക് ആണെങ്കിൽ, ഡിസ്ക് തള്ളിയത് കൊണ്ടാണെങ്കിൽ, അപ്പോൾ ഏത് നെർവാണ് കംപ്രസ് ചെയ്ത് അവിടെ നേരിട്ട് തന്നെ ടാർഗറ്റഡ് ആയിട്ട് ആ ഇൻഫ്ലമേഷനും നീർക്കെട്ടൊക്കെ കുറയ്ക്കാനുള്ള ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് കുറേ കാലമായിട്ട് 1-2 കൊല്ലങ്ങളായിട്ടുള്ള പെയിൻ ആണെങ്കിൽ നമുക്ക് അവിടെ ഡിസ്ക് ചുരുങ്ങാൻ വേണ്ടി കൊടുക്കുന്ന രീതിയിലുള്ള ലേസർ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഓസോൺ ട്രീറ്റ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളുണ്ടാവും. ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു കീഹോൾ സർജറിയോ അല്ലെങ്കിൽ ഒരു സർജറിയിലേക്ക് പോകേണ്ട അവസ്ഥ വരുന്നത്. അതല്ലെങ്കിൽ ഈ ഡിസ്ക് പ്രൊലാപ്സ് ഉള്ള ആളുകൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ വീക്ക്നെസ് വരികയോ അല്ലെങ്കിൽ വയറ്റുന്നു പോകാൻ മൂത്രമൊഴിക്കാനൊക്കെ പ്രശ്നങ്ങൾ വരിക, അത്തരത്തിലൊരു റെഡ് ഫ്ലാഗ് എന്ന് പറയും. അത്തരത്തിലൊരു പ്രശ്നങ്ങളുള്ള ഒരു നടുവേദനയാണെങ്കിൽ മാത്രമാണ് പെട്ടെന്ന് ഇമീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേദന കൊണ്ട് മാത്രമുള്ള ആളുകൾക്ക് ഇമീഡിയറ്റ് ആയിട്ട് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളുള്ള ട്രീറ്റ്മെൻ്റ് എല്ലാം അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നന്നാവുക. നമ്മളെ ഈ ജോയിൻ്റ് കാരണമുള്ള പെയിന് പലപ്പോഴും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ എക്സ്റേയിലോ MRIയിലോ കാണാത്ത രീതിയിലുള്ള ഒരു പെയിനാണ് SI ജോയിൻറ്റ് പെയിനും ഫാസറ്റ് ജോയിൻറ്റ് പെയിനും. ഇപ്പോൾ ഡിസ്കിൻ്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് MRIയിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എക്സ്റേ MRI എടുത്തു കഴിഞ്ഞാൽ ഈ 2 കാരണങ്ങൾ കൊണ്ടുള്ള പെയിന് മനസ്സിലാക്കാൻ പറ്റില്ല. പലപ്പോഴും അതൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയും. നമ്മൾ നേരിട്ട് അവിടെ തെറിപ്പിക്കുന്ന മരുന്ന് കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു അസുഖമാണ്. അപ്പോൾ നമുക്ക് സംശയിക്കുന്നുണ്ടെങ്കിൽ അവിടെ നേരിട്ട് എക്സ്റേയിൽ നോക്കിയിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഈ ജോയിൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. അത് ലോങ് ടേം ആയിട്ട് പെയിന് സർജറി ഇല്ലാതെ തന്നെ മാറ്റാൻ പറ്റുന്നൊരു അസുഖമാണ്. മൂന്നാമത് ഞാൻ പറഞ്ഞത് ലംബാർ കനാൽ സ്റ്റീനോസിസ് ആണ്. പലപ്പോഴും നമുക്ക് തുടക്കത്തിലാണെങ്കിൽ മൈൽഡ് കനാൽ സ്റ്റീനോസിസ് ആണെങ്കിൽ മെഡിസിൻ കൊണ്ടും എക്സസൈസ് കൊണ്ടും ഫിസിയോതെറാപ്പി കൊണ്ടും ഒക്കെ മാറ്റിയെടുക്കാം. ഇഞ്ചക്ഷൻസും പോസിബിൾ ആണ്. പക്ഷേ മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ കനാൽ സ്റ്റീനോസിസ് ആണ്, നല്ലപോലെ സ്പേസ് ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ മിക്കപ്പോഴും അത് സർജറി വേണ്ട കണ്ടീഷനാണ്. ലംബാർ കനാൽ സ്റ്റീനോസിസ് ഒരു ലിമിറ്റിൽ കൂടുതൽ സ്പേസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള ചികിത്സയിലൊന്നും നമുക്കത് ഫലം ചെയ്യുകയില്ല. നാലാമത്തത് പൈരിഫോമി സിൻഡ്രോമാണ്. ഒരിക്കലും സർജറി വളരെ അപൂർവമായിട്ട് മാത്രം സർജറി ആവശ്യം വരുന്ന ഒരു കണ്ടീഷനാണ് പൈരിഫോമി സിൻഡ്രോം. നമുക്ക് അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് ആ മസിൽസ് കണ്ടുപിടിക്കാനോ കംപ്രഷൻ ആണെങ്കിൽ അത് നേരിട്ട് നീഡിൽ ട്രീറ്റ്മെൻറ്റും ഇഞ്ചക്ഷൻസും ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് പൈരിഫോമി സിൻഡ്രോം.
ലാസ്റ്റത്തെ ലിസ്തസിസ്, ഞാൻ നേരത്തെ പറഞ്ഞ കനാൽ സ്റ്റിനോസ് പറഞ്ഞ പോലെ തന്നെ ലിസ്തസിസും ലെവൽ 1 ഒരു ഒന്നാമത്തെ ലെവലിലുള്ളതാണെങ്കിൽ നമുക്ക് പലപ്പോഴും സർജറി ഇല്ലാതെയുള്ള ട്രീറ്റ്മെൻറ്റിൽ ഫലം ചെയ്യും. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൽ മൂന്നാമത്തെ സ്റ്റേജിൽ എത്തിയിട്ടുള്ള ലിസ്തസിസ് ആണെങ്കിൽ അതിനും സർജറി തന്നെയാണ് മിക്കപ്പോഴും പരിഹാരം. അപ്പോൾ ഇങ്ങനെ ഓരോ അസുഖങ്ങൾ, അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 5 കണ്ടീഷനിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള സംഭവം ഡിസ്ക്കാണ്. അതിന് സർജറി ആവശ്യം വളരെ കുറവാണ്. പക്ഷേ ഓരോ അസുഖത്തിനനുസരിച്ച് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഏതാണോ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നോക്കുമ്പോൾ ഓരോന്നിനും വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ നടുവിന്ന് കാലിലേക്ക് വേദന ഉണ്ടാക്കുന്നത് കണ്ടുപിടിക്കൽ പ്രധാനമാണ്. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനുള്ള ഫലം മാക്സിമം കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് കാശ് കളയാതെ നമുക്ക് എന്താണ് അസുഖം കൃത്യമായിട്ട് കണ്ടുപിടിച്ച് ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാൻ പറ്റും. ഇത്തരത്തിലുള്ള മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.